ഹായ് ഓൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നാളെ സോഷ്യലിൻ്റെ യൂണിറ്റ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും ഓരോ ചാപ്റ്ററുകളാണ് നമുക്കിന്ന് പ്രധാനമായിട്ടും നാളത്തെ എക്സാമിനുള്ളത്. ഓക്കെ, മഴയല്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ എക്സാമുകൾ നടക്കും. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു, മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പോലെ ഈ പാറ്റേണുകളിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ചിലപ്പം പരീക്ഷ എത്തരത്തിലാകാൻ പറ്റുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എളുപ്പമായിരിക്കുമോ അതോ വളരെ ടഫായിരിക്കുമോ എന്നതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകും. ഓക്കെ, ഏറ്റവും ആദ്യമേ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്, ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ വേണ്ടി പോകേണ്ടത്. ഓക്കെ, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒരു 4 മാർക്ക് വരെ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് റിനൈസൻസിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതായത് നമ്മൾ കണ്ടിരുന്നു, ഈ 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ മാറ്റത്തെയാണ് റിനൈസൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനവികതയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളിവിടെ ലീഡ്സിൽ എക്സാം നടത്തിയപ്പോൾ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ 2 കാര്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതായത് ഈ നവോത്ഥാനത്തിൻ്റെ സവിശേഷതയും അതുപോലെ തന്നെ ഹ്യൂമാനിസത്തിൻ്റെ മാനവികതയുടെ സവിശേഷതയും തമ്മിൽ മാറിപ്പോകുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളുക. റിനൈസൻസിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഹ്യൂമാനിസത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. നമ്മൾ തുടക്കത്തിൽ ചാപ്റ്ററിന് തുടക്കത്തിൽ ആദ്യത്തെ 2ാമത്തെ പേജിൽ തന്നെ കാണുന്ന ഒരു 5-8 പോയിന്റുകൾ എന്ന് പറയുന്നത് ഈ റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ സവിശേഷതകളാണ്. അതൊരിക്കലും ഹ്യൂമാനിസത്തിൻ്റെ സവിശേഷതയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ അതാണ് കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെയും ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യമേ അതിൽ നിന്ന് ഒരു 4 വീതം പോയിന്റുകൾ, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും മിനിമം 4 വീതം പോയിന്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ദെൻ 2ാമത്തെ ക്വസ്റ്റിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് റിനൈസൻസിൻ്റെ പ്രത്യേകത റിനൈസൻസിൻ്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്, നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം, അല്ലെങ്കിൽ എന്താണ് റിനൈസൻസ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1 വേർഡ് ചോദ്യമാണ്. 2ാമത് നമ്മൾ കണ്ടിരുന്നു, റിനൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനർജന്മം അല്ലെങ്കിൽ റീബർത്ത് എന്നാണ് അർത്ഥം. അതാണ് ഇതിനകത്ത് ചോദിക്കുന്ന 2ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത് റിനൈസൻസിൽ അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെയും ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതയുടെ സവിശേഷതകൾ 4 വീതം പഠിക്കുക. അതിനുശേഷം എന്താണ് റിനൈസൻസ് എന്ന വാക്കിനർത്ഥം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന വാക്കിനർത്ഥം എന്താണെന്ന് പഠിക്കുക. 3ാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലേഗിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു 15-ാം നൂറ്റാണ്ടിൽ ഈ വലിയ രീതിയിൽ മനുഷ്യൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട രോഗം, മഹാരോഗമാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബുബോണിക് പ്ലേഗ് എന്ന് പറയുന്ന രോഗം. ഇത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ പറയുന്ന പോലെ ഈ ഇറ്റാലിയൻ സമൂഹത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻ സമൂഹത്തിൽ കൊണ്ടുവന്നതെന്നൊരു ചോദ്യം ചോദിക്കാം. ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് പ്ലേഗ് എന്ന് പറയുന്ന രോഗം വന്നതുകൊണ്ട് യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നിങ്ങളോട് ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അതിന് ഉത്തരം അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. നമ്മൾ കണ്ടിരുന്നു, പ്രധാനമായിട്ടും ഈ 14-ാം നൂറ്റാണ്ടിലുണ്ടായ പ്ലേഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു എന്നറിയുമ്പോൾ കൊന്നൊടുക്കി. സ്വാഭാവികമായിട്ടും ഈ മരണപ്പെട്ടവരിൽ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ കർഷകരായിട്ടുള്ള ആളുകളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയെ മാത്രം ആശ്രയിച്ചിരുന്ന മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്ന ഈ വ്യവസ്ഥ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ തകർക്കപ്പെടുന്നു. കാരണം തൊഴിലിന്
ആൾക്കാരെ കിട്ടാണ്ടുള്ള അവസ്ഥ വരുന്നു. ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടതോടുകൂടി കൃഷിഭൂമിയിൽ ജോലി എടുക്കാനുള്ള ആവശ്യക്കാർ അല്ലെങ്കിൽ ആളുകളില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു? ഫ്യൂഡലിസം തകരുന്നു. അതിനു പകരം ആളുകൾ താരതമ്യേന കുറവ് ആവശ്യമായിട്ടുള്ള ഒരു പുതിയ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പുതിയ ട്രേഡിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു പുതിയ മേഖല എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു പുതിയ എന്ത് ചെയ്യുന്നു? ഒരു മേഖല എന്ത് ചെയ്യുന്നു? ഈ യൂറോപ്യൻ സമൂഹത്തിൽ ഉയർന്നു വരുന്നു. മാത്രമല്ല ഇതുണ്ടാക്കിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മരുന്നുകൾ മുഴുവൻ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ പരാജയപ്പെട്ടപ്പോൾ ആളുകൾ പഴയ റോമൻ സാമ്രാജ്യത്തിലും അതുപോലെ തന്നെ പഴയ ഗ്രീക്ക് സമൂഹത്തിലൊക്കെ ഉണ്ടായിരുന്ന മരുന്നുകളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങുന്നു. അവർ പതുക്കെ പതുക്കെ ആ പറയുന്ന സമൂഹങ്ങളോട്, ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ സമൂഹങ്ങളോട് ഒരു താല്പര്യമുള്ള വിഭാഗമായിട്ട് മാറുന്നു. മാത്രമല്ല നമ്മൾ കണ്ടു ഇതിന് മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത ഇതായിരുന്നു. ഈ പ്ലേഗ് വന്നതോടുകൂടി ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടതോടുകൂടി ഈ ആളുകൾക്ക് മരണം എന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കുറേ ഈ പറയുന്ന പോലെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ഈ സങ്കടങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ചിട്ടോ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ സീക്ക് വെൽനെസ് അല്ലെങ്കിൽ സുഖമന്വേഷണങ്ങൾക്കും അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുന്നു? തുടങ്ങുന്നു. അത് ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിന് കൂടുതൽ എന്ത് ചെയ്യുന്നു? തുടക്കം കുറിക്കുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ഇതിനകത്ത് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. പ്ലേഗ് എന്ന് പറയുന്ന രോഗം എങ്ങനെയൊക്കെയാണ് യൂറോപ്യൻ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിക്കാം. ഇതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത്രയുമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാമോ? ഈ പ്രധാനമായിട്ട് ഏറ്റവും ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചോളുക. റിനൈസൻസിൻ്റെ സവിശേഷതകൾ എന്താണ്? മാനവികത സവിശേഷതകൾ എന്താണ്? ഈ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലേഗ് എന്ന് പറയുന്ന രോഗം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത്? ഇത് ആദ്യമേ പഠിക്കാം. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് റിനൈസൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിരുന്നു പല മേഖലകളിലും ഈ നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതുണ്ടോ? ഓക്കെ, നിങ്ങൾ അതിനകത്ത് പെയിൻറ്റിങ്ങിനെ കുറിച്ച്, സ്കൾപ്ചറെ കുറിച്ച്, ആർക്കിടെക്ചറെ കുറിച്ച്, ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോളുക. നമ്മൾ ഈ സോഷ്യലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുഴുവനായിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒത്തിരി മുഴുവൻ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സാധിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ഷോർട്ടാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിൽ, അതായത് ഏറ്റവും ആദ്യത്തെ പാർട്ടിന് ശേഷം നമ്മൾ റിനൈസൻസ് മാറ്റങ്ങൾ കൊണ്ടുവന്ന മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യമേ കാണാൻ വേണ്ടി പോകുന്നത് റിനൈസൻസ് പെയിൻറ്റിങ്ങിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. റിനൈസൻസ് ചിത്രകലയിൽ പെയിൻറ്റിങ്ങിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നിങ്ങൾ അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഈ പെയിൻറ്റിങ്ങിൽ ഈ റിനൈസൻസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫീച്ചറുകൾ എന്തൊക്കെയാണ് നമ്മൾ കാണും. ഓക്കെ, നമ്മൾ അതിനകത്ത് ഇങ്ങനെ കാണും. ഓയിൽ പെയിൻറ്റിങ്ങുകൾ തുടങ്ങി, അതുപോലെ തന്നെ ഈ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചത്തെയും ദൂരെയുള്ള സ്ഥലങ്ങളെയൊക്കെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ മനുഷ്യരൂപത്തിൽ ദൈവികമായ കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടി തുടങ്ങി എന്നൊക്കെ പറയാൻ നമ്മൾ കുറച്ച് പോയിന്റുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതിൽ നിന്നൊരു പ്രധാനമായിട്ടും ഒരു 4 പോയിന്റ് നിങ്ങൾ കാണാണ്ട് പഠിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിൻറ്റിങ്ങുകളുടെ ഫീച്ചറുകളിൽ നിന്ന് ഒരു 4 എണ്ണം പഠിക്കാം. അതിനുശേഷം റിനൈസൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെയിൻറ്റർമാരാരാണ്, അവരുടെ പ്രധാനപ്പെട്ട പെയിൻറ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മൾ അതിനകത്ത് ജിയോട്ടയെക്കുറിച്ച്, മസാക്കിയെക്കുറിച്ച്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, മൈക്കിൾ ആഞ്ചലോയെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ടീഷ്യനെ കുറിച്ച്, റാഫേലിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്ന് നിർബന്ധമായിട്ട് നോക്കുക. അവരുടെ പെയിൻറ്റിങ്ങുകൾ ഏതൊക്കെയാണെന്ന് കൂടെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. അതാണ് ഈ പറയുന്ന പെയിൻറ്റിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടത്. ഒന്നും ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്ങിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ആദ്യമേ അതിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പെയിൻറ്റർമാരായിരിക്കാണ് അവരുടെ പെയിൻറ്റിങ്ങുകൾ. ഉദാഹരണത്തിന് നമ്മൾ കണ്ടു, അതിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി ലിയനാർഡോ ഡാവിഞ്ചി ആണ്. 2 ചിത്രങ്ങൾ ഓക്കെ നമ്മൾ അതിനകത്ത് കാണുന്നുണ്ട്. ആ 2 ചിത്രങ്ങൾ, ലാസ്റ്റ് സപ്പറും അതുപോലെ മൊണാലിസയും. ഓക്കെ, അങ്ങനെ ആ തന്നിരിക്കുന്ന പിക്ചറുകളുടെ പേരുകൾ പഠിക്കുക. അപ്പോൾ ചില പെയിൻറ്റേഴ്സിന്
പെയിൻറ്റേഴ്സിൻ്റെ ചിത്രങ്ങളെ പേര് തന്നിട്ടില്ല. ഉദാഹരണത്തിന് ജിയോട്ടോയുടെയും മസാക്കിയോടെയൊക്കെ പെയിൻറ്റിങ്ങുകളുടെ പേരുകൾ തന്നിട്ടില്ല. ആകെ നമുക്ക് തന്നിരിക്കുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയുടെയും അതുപോലെ തന്നെ മൈക്കിൾ ആഞ്ചലോയും ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് തന്നിട്ടില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം പഠിക്കുക, ഈ പെയിൻറ്റേഴ്സിൻ്റെ പേര് പഠിക്കുക, അതിനുശേഷം അവരുടെ ഈ പറയുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് 3 കാര്യങ്ങളാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. 4 ഫീച്ചർ പഠിക്കുക, പെയിൻറ്റിങ്ങുകളും അത് വരച്ച ആളുകളുടെ പേരുകളും പഠിക്കുക. ഓക്കെ, അതാണ് പെയിൻറ്റിങ് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലെങ്കിൽ ചിത്രരചന എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്കൾപ്ചർ മേഖലയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതൊരു അര പാരഗ്രാഫ് അല്ലെങ്കിൽ അര പേജുകളോളമുള്ള ഒരു വലിയൊരു ഭാഗമാണ് ഈ സ്കൾപ്ചർ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ആകെ 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്താണ് ആ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള 2 പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന പോലെ സ്കൾപ്ചേഴ്സ് ആരൊക്കെയാണ്. നമ്മൾ അതിനകത്ത് ഡൊണാറ്റെല്ലോയെക്കുറിച്ചും മൈക്കിൾ ആഞ്ചലോയെക്കുറിച്ചും നിങ്ങൾ കാണാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 വ്യക്തികളുടെ പേര് പഠിക്കുക. ഡൊണാറ്റെല്ലോ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ മൈക്കിൾ ആഞ്ചലോ, ഈ 2 പേരുടെ പേര് പഠിക്കുക. ഓക്കെ, ഡൊണാറ്റെല്ലോയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഡേവിഡും അതുപോലെ തന്നെ ഗാട്ടാ മെലറ്റിയുമാണ്. ഓക്കെ, നമ്മൾ മൈക്കിൾ ആഞ്ചലോയുടെ നമ്മൾ കാണുമ്പോൾ പേറ്റയും അതുപോലെ തന്നെ ഡേവിഡുമാണ്. ഓക്കെ, അങ്ങനെ ആ സാധനങ്ങളുടെ പേരുകൾ മാത്രം പഠിക്കുക. അതായത് 2 പ്രധാനപ്പെട്ട സ്കൾപ്ചേഴ്സ് ആണുള്ളത്. ആ 2 പ്രധാനപ്പെട്ട സ്കൾപ്ചേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ എന്താ പറയുന്നത് ഈ പറഞ്ഞ അവരുണ്ടാക്കിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട സ്കൾപ്ചേഴ്സ് ഏതൊക്കെയാണെന്നും കൂടെ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം ഇതിനകത്ത് പഠിച്ചാൽ മതി. കൂടുതലൊന്നും പഠിക്കാൻ നിൽക്കരുത്. വലിയ ഗഹനമായിട്ട് അതിനകത്ത് പഠനം നടത്തുകയും ചെയ്യേണ്ട. ആകെ 2 ആളുകളുടെ പേരും അവരുടെ 2 പേരുടെ സ്കൾപ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് മാത്രം പഠിക്കുക. മൂന്നാമത്തത് ആർക്കിടെക്ചർ മേഖലയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വാസ്തുശില്പ രീതിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആർക്കിടെക്ചർ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റം എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആർക്കിടെക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ വന്നത്. പ്രധാനമായിട്ട് ഒരേ ഒരു മാറ്റം മാത്രമേ നമ്മൾ അതിനകത്ത് കാണുന്നുള്ളൂ. അതിങ്ങനെയാണ്. ലോഫ്റ്റ്, അതായത് ഈ റിനൈസൻസ് വരുന്നതിന് മുമ്പ് ഈ യൂറോപ്പിൽ ഈ പറയുന്ന കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയ ശൈലിയെ വിളിക്കുന്ന പേര് ഗോത്തിക് ശൈലി എന്നാണ്. നിങ്ങൾ അത് ഓർത്ത് വെക്കണം. എന്താണ് ഗോത്തിക് ശൈലി? ഈ ഗോത്തിക് ശൈലി മാറിയിട്ട് എന്ത് ചെയ്യുന്നു, പുതിയ ശൈലിയായിട്ടുള്ള ഒരു ശൈലി വരുന്നു. അതിനകത്ത് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോത്തിക് ശൈലികളിൽ ഈ പറയുന്ന പോലെ കെട്ടിടങ്ങളുടെ മുകളിൽ ഒരു ലോഫ്റ്റി ടവറാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് പകരം ഈ പറയുന്ന റിനൈസൻസ് വന്നതോടുകൂടി അത് ഡോമുകളായിട്ട് മാറുന്നു. ആ ഒരു മാറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിക്കുക. അത് നിങ്ങളോട് ചോദിക്കും. അതായത് ആർക്കിടെക്ചറിൽ ഉണ്ടായ മാറ്റം എന്താണെന്നായിരിക്കും പ്രധാനമായിട്ട് അതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും അതിൽ നിന്ന് ചോദിച്ചാലുണ്ടാകുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ് ആർക്കിടെക്ചറിൽ വന്നത്. ഇങ്ങനെയാണുള്ളത്. ലോഫ്റ്റി ടവറുകൾ പണിതുന്ന ഗോത്തിക് ശൈലിക്ക് പകരം ഡോമുകൾ പണിയുന്ന ഒരു പുതിയ ശൈലി എന്ത് ചെയ്യുന്നു വരുന്നു. അതാണ് ഇതിനകത്ത് വന്ന മാറ്റം. ഇതാണ് ഈ പറയുന്ന പോലെ ആർക്കിടെക്ചറിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ലിറ്ററേച്ചറിൽ ഉണ്ടായ മാറ്റം അല്ലെങ്കിൽ സാഹിത്യത്തിൽ കൊണ്ടുവന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഈ സാഹിത്യത്തിൽ 3 ഫണ്ടമെന്റൽ ചേഞ്ചുകൾ വരുന്നു. ഓക്കെ, ഏറ്റവും ആദ്യമേ അതായത് നിങ്ങളോട് ഈ ഭാഗത്തു നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് 5 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതായിരിക്കും ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം ഈ ലിറ്ററേച്ചറിൽ കാണുന്നത് നമ്മൾ കണ്ടു. ഈ റിനൈസൻസ് സാഹിത്യത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു. അത് എന്ത് ചെയ്യുന്നു, 2 പ്രധാനപ്പെട്ട മൂല്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പ്രാധാന്യം നൽകി. അത് സ്കോളാറ്റിസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുന്നു രചനകൾ നടത്തി. മാത്രമല്ല റീജിയണൽ ലാംഗ്വേജുകളിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലാണ് ഇതിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത് രചനകളൊക്കെ നടത്തിയതെന്ന് പറഞ്ഞിരുന്നു. ആ 3 ഫണ്ടമെന്റൽ ചേഞ്ചുകൾ ഏറ്റവും ആദ്യം പഠിക്കാം. അതിനുശേഷം ഈ ഇതുമായി ബന്ധപ്പെട്ട എഴുത്തുകാരാരൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഡാന്റെയെക്കുറിച്ച്, ബൊക്കാഷിയെക്കുറിച്ച്, അതുപോലെ തന്നെ നിക്കോളോ മാക്കിയവെല്ലിയെക്കുറിച്ച് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവരെക്കുറിച്ചൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. അത് നിങ്ങളോട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഈ ലിറ്ററേച്ചറിൽ നമ്മൾ എഴുത്തുകാരും അവരുടെ കൃതികളും പഠിച്ചതിന് ശേഷം അവിടെ നിങ്ങൾ ഏറ്റവും താഴെ അവിടെ നിങ്ങൾ കാണും പ്രിൻറ്റിങ് മെഷീൻ കൊണ്ടുവന്ന് വന്നതുകൊണ്ട്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുക, ഈ പ്രിൻറ്റിങ് മെഷീൻ കൊണ്ടുവന്നത് കൊണ്ട് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതെന്താണെന്ന് കൂടെ ഒരു 2 പോയിന്റ് അതിനകത്ത് തന്നിട്ടുണ്ട്. ആ 2 പോയിന്റെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതാണ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 3 മാറ്റങ്ങൾ എന്താണെന്ന് പഠിക്കുക, എഴുത്തുകാരും അവരുടെ പുസ്തകങ്ങൾ എന്താണെന്ന് പഠിക്കുക, പ്രിൻറ്റിങ് കൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് പഠിക്കുക.
അതിനുശേഷം ഇത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഈ സാധനം അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള കൃതികളും എഴുത്തുകാരുടെയൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും മാച്ച് ദ ഫോളോയിങ്ങിലായിരിക്കും ചോദിക്കുക. ഓക്കെ, ഈ മാച്ച് ദ ഫോളോയിങ് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മാച്ച് ദ ഫോളോയിങ് എപ്പോഴും സാധാരണഗതിയിൽ ഒരു 2 കോളം ആയിരിക്കും തന്നിരിക്കുക. എ എന്നും ബി എന്നും പറഞ്ഞിട്ട് 2 കോളം ആയിരിക്കും തന്നിരിക്കുക. ഈ എയിൽ തരുന്ന ഈ എയിൽ വരുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, എയിൽ 1 2 3 എന്ന് പറഞ്ഞ സാധനം തന്നു വിചാരിക്കുക. ഈ എയിൽ നിങ്ങൾ ഒരിക്കലും റീ അറേഞ്ച് ചെയ്ത്, അതായത് ഈ പറയുന്ന മാച്ച് ദ ഫോളോയിങ് എപ്പോഴും ഒരു കോളത്തിൽ ചെയ്യുക. അതിൽ എ കോളം ഒരിക്കലും നിങ്ങൾ റീ അറേഞ്ച് ചെയ്യാൻ പാടില്ല, ബി കോളമാണ് റീ അറേഞ്ച് ചെയ്യേണ്ടത്. അതിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ വരച്ച് വെക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം, ആദ്യത്തെ എഴുതുക, രണ്ടാമത്തെ ഇവിടെ എഴുതുക. വരച്ച് വെക്കുന്ന പ്രവണത കാണാൻ പാടില്ല, നിർബന്ധമായിട്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മാച്ച് ദ ഫോളോയിങ്ങിലായിരിക്കും വരിക. ഓക്കെ, അതിനുശേഷം ഹിസ്റ്റോറിയോഗ്രഫിയെ കുറിച്ച് അല്ലെങ്കിൽ ചരിത്ര രചനയെ കുറിച്ചാണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, ഇതും ചോദിക്കാൻ വളരെ സാധ്യത കുറവുള്ള ഭാഗമാണ്. ഇനി ചോദിക്കുവാണെങ്കിൽ ഈ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ചോദിക്കുന്നതെന്ന് പറയുന്നത് ചരിത്രത്തെ 3 കാലഘട്ടങ്ങളായിട്ട് 3 ഫേസുകളായിട്ട് തരംതിരിച്ചു നമ്മൾ ഇതിനകത്ത് പഠിച്ചു. ഓക്കെ, അതായത് ഈ ആൻഷ്യന്റ് പീരീഡ്, മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്. ഓക്കെ, അതിൻ്റെ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിരുന്നു, അത് ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ആ 2 ആളുകളുടെ പേരും നിങ്ങൾ പഠിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, ആ 3 കാലഘട്ടം ഏത് വർഷം മുതൽ അല്ലെങ്കിൽ ഏത് നൂറ്റാണ്ട് മുതൽ ഏത് നൂറ്റാണ്ട് വരെയാണെന്നുള്ള അതും പഠിക്കുക. അതാണ് ഇതിൽ നിന്ന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ സയൻസിലേക്ക് വരുവാണെങ്കിൽ സയൻസിൽ പ്രധാനമായിട്ടും ഈ 3 വ്യക്തികളെ കുറിച്ചായിരിക്കും നമ്മളോട് ചോദിക്കുക. ഓക്കെ, ഒന്നാമത്തെ ആളുടെ പേര് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ കുറേ വട്ടം നമ്മൾ കണ്ടതാണ്. എന്താണ് നിക്കോളാസ് കോപ്പർനിക്കസ്? സയൻസ് നൽകിയ പ്രധാനപ്പെട്ടുള്ള സംഭാവന എന്താണ്? നിങ്ങളോട് ചിലപ്പം ഈ പറയുന്ന പോലെ 2ഓ 3ഓ മാർക്കിൻ്റെ എന്ത് ചെയ്യും, ഓരോരുത്തരെ കുറിച്ചും ചോദിക്കും. ഉദാഹരണത്തിന് ഈ കോപ്പർനിക്കസ് നൽകിയ സംഭാവന എന്താണ്, അല്ലെങ്കിൽ ഗലീലിയോയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ കെപ്ലറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അങ്ങനെ ഓരോരുത്തരെയും ചോദിക്കാൻ ചിലപ്പോൾ ഇത് 3ഉമായിട്ടും ചോദിക്കുക. ഓക്കെ, വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടു എന്താ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ പ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം, ഈ ലോകത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഭൂമി എന്നായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആ ഭൂമിയല്ല, മറിച്ച് സൂര്യനാണെന്ന് കോപ്പർനിക്കസ് തെളിയിക്കുന്നു. ഗലീലിയോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു. അതായത് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന നെപ്റ്റ്യൂണിന്റെ എന്ത് ചെയ്യുന്നു, അല്ല സോറി ജൂപ്പിറ്ററിന്റെ എന്ത് ചെയ്യുന്നു, സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളെയും അതുപോലെ തന്നെ ഈ ശനി എന്ന് പറയുന്ന സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹത്തിനുള്ള ഒരു വളയവും കണ്ടുപിടിച്ചത് ഗലീലിയാണ്. കെപ്ലർ എന്താ കണ്ടുപിടിച്ചത് നമ്മൾ കണ്ടു. അതായത് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളുടെ ദൂരം കൂടുന്നതിനനുസരിച്ച് ആ സൂര്യന് ചുറ്റും കറങ്ങുന്നതിന്റെ സ്പീഡിനും വേരിയേഷൻ ഉണ്ടാകുമെന്ന് കെപ്ലർ കണ്ടുപിടിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരെ കുറിച്ചും ചോദിക്കാം, 3 പേരെ കുറിച്ചും ചോദിക്കാം. അപ്പം അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അതാണ് അതിനകത്ത് പഠിക്കേണ്ടത്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഈ ഭാഗത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഭാഗങ്ങൾ റീഫോർമേഷനും കൗണ്ടർ റീഫോർമേഷനുമാണ്. ഓക്കെ, റീഫോർമേഷൻ നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകി പഠിക്കേണ്ടത് ഈ റീഫോർമേഷനിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന സന്യാസി നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അദ്ദേഹത്തിന് 95 തീസിസ് എന്ന് പറയുന്നത് ഒട്ടിച്ചതൊക്കെയുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പഠിക്കുക, അതാണ് പഠിക്കേണ്ടത്. കൗണ്ടർ റീഫോർമേഷൻ നമ്മൾ പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ആദ്യമേ എന്താണ് ഇൻഡെക്സ് എന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമ്മൾ കണ്ടു, അതായത് ക്രിസ്തുമത വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയാണ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് ഈ പറയുന്ന കൗണ്ടർ റീഫോർമേഷൻസിൽ ഇഗ്നേഷ്യസ് ലോയോള എന്ന് പറയുന്ന സ്പാനിഷുകാരൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ എന്തൊക്കെയാണ്. ഇതുമാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ചോദിച്ച് അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ആ പറയുന്ന പുസ്തകം മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഭാഗങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ രീതിയിൽ തന്നെ പഠിക്കുക നിർബന്ധമായിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിൽ സ്കൾപ്ചറിലൊക്കെ എന്താണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു സാധനങ്ങളിലൊക്കെ എന്താണോ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ ഇതാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നത്, അതിനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് നൽകേണ്ടത്. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതാണ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് പോവുകയാണെങ്കിൽ, ഓക്കെ, നമുക്കറിയാം ജോഗ്രഫിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജോഗ്രഫിയിലെ പാഠത്തിൻ്റെ പേര് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ
നമ്മൾ ഇതിനകത്ത് ആദ്യമേ കാണുന്നത് 2 എസ്സേകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അതായത് 4 മാർക്ക് മുതൽ 8 മാർക്ക് വരെ. ഓക്കെ, സാധാരണഗതിയിൽ ഫൈനൽ എക്സാമിനൊക്കെ നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഞാൻ 8 മാർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നമ്മൾ 4 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 8 ഈ മാർക്കുകൾ ഏതെങ്കിലും ആയിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ടുണ്ടാകുക. ഇതിൽ നിന്നാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഓക്കെ, 2 പ്രധാനപ്പെട്ട എസ്സേകളാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ 2 എസ്സേകളുടെ പ്രത്യേകത, ഇതിൽ നിന്ന് ഓരോന്ന് വേണമെങ്കിൽ നിങ്ങളോട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഓക്കെ, നമ്മൾ നോക്കാൻ വേണ്ടി പോവാ. എന്താ നമുക്ക് നോക്കാവേ. അപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാവേ. ഒന്നാമത്തെ എസ്സേ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ ആൻഡ് ഫോംസ് ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അതായത് എന്താണ് ഘനീകരണം, ഈ ഘനീകരണത്തിന് വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളോട് ശ്രദ്ധിക്കുക, വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാധനം പഠിക്കണം. ഓക്കെ, നിങ്ങൾ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഘനീകരണത്തിന് വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ് നമ്മൾ കാണും. ഓക്കെ, ഒന്ന് തുഷാരം, അതുപോലെ തന്നെ ഹിമം, അതുപോലെ തന്നെ മൂടൽമഞ്ഞ്, അതുപോലെ തന്നെ മേഘം. ഓക്കെ, ഈ 4 എണ്ണം നിങ്ങൾ പ്രധാനമായിട്ടും കാണും. ഉദാഹരണത്തിന് നമ്മളവിടെ ഡ്യൂ എന്നും ഫ്രോസ്റ്റ് എന്നും അതുപോലെ മിസ്റ്റ് എന്നും അതുപോലെ തന്നെ ക്ലൗഡ് എന്നൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ആ 4 എണ്ണം എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ കണ്ടൻസേഷൻ്റെ 4 വിവിധ തരത്തിലുള്ള ഫോമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഘനീകരണത്തിന് 4 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഓക്കെ, അതിൽ നിന്ന് ഓരോന്നായിട്ടും ചോദിക്കും. ഓക്കെ, ഉദാഹരണത്തിന് എന്താണ് ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്താണ് മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്നായിട്ടും ചോദിക്കും. അങ്ങനെയും ചോദിക്കാം. ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യന് അതിലെ 4ാമത്തെ സ്ഥാനമായ ക്ലൗഡുകളെ അല്ലെങ്കിൽ മേഘത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാമോ, ഈ പറഞ്ഞ പോലെ 4 രീതികളിൽ തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ മേഘങ്ങളെ 4 എണ്ണമായിട്ട് തരംതിരിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായിട്ട് ചോദിക്കും. ഉദാഹരണം നമ്മൾ കണ്ടു, ഈ മേഘങ്ങൾ നമുക്ക് സിറസ് മേഘമെന്നും ക്യൂമിനസ് മേഘമെന്നും നിംബസ് മേഘമെന്നും സ്ട്രാറ്റോസ് മേഘമെന്നും 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും സവിശേഷത എന്താണെന്ന് ചോദിക്കും. അത് മുഴുവനായിട്ടും ചോദിക്കാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, ജോഗ്രഫിയുടെ ആദ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങൾ എന്തെല്ലാം, അതുപോലെ തന്നെ മേഘങ്ങളുടെ ക്ലൗഡിന്റെ പ്രധാനപ്പെട്ടുള്ള രൂപങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, സാധാരണഗതി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഓക്കെ, നമ്മൾ പല ആളുകൾക്കും ഇപ്പോഴും അറിയാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എസ്സേ എങ്ങനെ എഴുതേണ്ടതെന്ന്. ഓക്കെ, ഇപ്പം നിങ്ങളോട് ഈ 2 എണ്ണം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണം നിങ്ങളോട് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ മാത്രമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഘനീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, എസ്സേ എഴുതേണ്ടത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ അതിനൊരു ഹെഡിങ് കൊടുക്കുക. എന്താ ഹെഡിങ് കൊടുക്കുക? ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ സാധനം തന്നെ ഹെഡിങ് കൊടുത്താൽ മതി. അതായത് ഫോംസ് അല്ലെങ്കിൽ കണ്ടൻസേഷൻ ആൻഡ് ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, ഘനീകരണങ്ങളും വിവിധ രൂപങ്ങളും എന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ഒരു ഫ്ലോ ചാർട്ട് പഠിക്കുക. ഉദാഹരണത്തിന് എന്താ ഇങ്ങനെ നമ്മൾ പഠിക്കുക, എന്താ കണ്ടൻസേഷൻ എന്ന് എഴുതുക. കണ്ടൻസേഷൻ. ഓക്കെ, കണ്ടൻസേഷൻ എഴുതിയതിന് ശേഷം അതിലിങ്ങനെ ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കുക. അതായത് 4 എണ്ണമായിട്ട് തരംതിരിക്കുന്നു. അതിന് ശേഷം 4 എണ്ണത്തിൻ്റെ പേര് നിങ്ങൾ എഴുതുക. ഓക്കെ, അതിനുശേഷം ഇതിന് A B എന്ന് കൊടുത്തിട്ട് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുത്ത് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് അങ്ങനെ എഴുതുക. അങ്ങനെ എഴുതിയാലും നമുക്ക് എളുപ്പത്തിൽ ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം മാക്സിമം അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഈ ഫ്ലോ ചാർട്ട് വരച്ചെഴുതുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ തന്നെ കാണുമ്പോൾ ആ ടീച്ചർമാർക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ആദ്യമേ കണ്ടൻസേഷൻ എന്താണെന്ന് പഠിക്കണം, അതിൻ്റെ ഫോമുകൾ പഠിക്കണം. ക്ലൗഡ് എന്താണെന്ന് പഠിക്കണം, ക്ലൗഡിൻ്റെ ഫോമുകൾ നിങ്ങൾ പഠിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ് അല്ലെങ്കിൽ കാറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പല രീതിയിൽ കാറ്റുകൾ നമ്മൾ തരംതിരിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അതായത് ഈ പറയുന്ന പോലെ ഏതൊക്കെയാണ് കാറ്റുകളെ എത്ര തരത്തിൽ തരംതിരിക്കാമെന്ന് ചോദിക്കും. നമ്മൾ ഇവിടെ കണ്ടതുപോലെ ഈ കണ്ടൻസേഷനിലും അതുപോലെ ക്ലൗഡുകളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഈ വിൻഡുകളെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. വിൻഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അതുപോലെ തന്നെ അസ്ഥിരവാദങ്ങൾ. അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളത് ഇംഗ്ലീഷിലേക്കാണ് പറയുന്നതെങ്കിൽ അതിന് പ്രധാനമായിട്ട് പറയുന്ന സാധനങ്ങൾ എന്ന് പറയുന്ന ഒന്ന് എന്താ പറയുന്നത്? പീരിയോഡിക് വിൻസ്, അതുപോലെ തന്നെ പെർമനന്റ് വിൻസ്, ലോക്കൽ വിൻസ്, വേരിയബിൾ വിൻസ്. ഇങ്ങനെ 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. അതായത് കാറ്റിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ആ 4 എണ്ണം ഏതൊക്കെയാണെന്ന് കൂടെ പഠിക്കുക. ഓക്കെ, അത് 4 എണ്ണം ഏതാണെന്ന് പഠിച്ചാൽ പോരാ. ഉദാഹരണത്തിന് അതിനകത്ത് ചിലപ്പോൾ ഒന്നും അറിയുമോ അതുമായി ബന്ധപ്പെട്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ തരുന്നുണ്ട്.
ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ പീരിയോഡിക് വിൻസിൽ നിങ്ങളോട് ലാൻഡ് ബ്രീസ് എന്താണ്, അല്ലെങ്കിൽ കടൽക്കാറ്റ് എന്താണ്, കരക്കാറ്റ് എന്താണ് എന്നൊക്കെ നിങ്ങൾ, അല്ലെങ്കിൽ മൺസൂൺ വിൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സൈക്ലോൺസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും പഠിക്കണം. അതായത് ഈ പറഞ്ഞ പോലെ ഈ ക്ലൗഡ്സിലും അതുപോലെ തന്നെ കണ്ടൻസേഷനിലും പറഞ്ഞ പോലെ ഇതിൽ ഓരോ വിൻഡുകളെ കുറിച്ചും ചോദിക്കാം. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പീരിയോഡിക് വിൻഡിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഓരോ സാധനങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വിൻഡ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു എസ്സേ മോഡലായിട്ട് തന്നെ പഠിക്കുക. ഒപ്പം എന്ത് ചെയ്യുക, അത് ഓരോന്ന് ചോദിച്ചാലും എഴുതാൻ പറ്റണം. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളോട് ഈ പീരിയോഡിക് വിൻഡുകളിൽ ചിലപ്പോൾ നിങ്ങൾ ഇതോട് ചോദിക്കുക കമ്പയർ ബിറ്റ്വീൻ ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അങ്ങനെയായിട്ടും ചോദിക്കാം. അതായത് ഞാൻ പറഞ്ഞ പോലെ വിൻഡുകളെ കുറിച്ച് മുഴുവനായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും എഴുതാൻ തയ്യാറാകണം. ഓക്കെ, അതായത് ഇപ്പോൾ ലാൻഡ് ബ്രീസിനെയും സീ ബ്രീസിനെയും കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കൂലേ പെർമനൻറ്റ് വിൻഡിനെയും അതല്ലെങ്കിൽ വേറൊരു വിൻഡിനെയും കമ്പയർ ചെയ്യാന്ന് ചോദിച്ചാൽ എന്താ പറയുക, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ വേറെ ഒന്നും കൺഫ്യൂഷൻ ആകണ്ട. നിങ്ങൾക്ക് പെർമനൻറ്റ് വിൻഡിനെ കുറിച്ച് എന്താണ് പറയുന്നത് അത് എഴുതുക, അടുത്ത വിൻഡിനെ കുറിച്ച് എന്താണ് പറയുന്നത് അത് എഴുതുക. ഇപ്പം നിങ്ങളോട് ലാൻഡ് ബ്രീസിനെ കുറിച്ചും സീ ബ്രീസിനെ കുറിച്ചാണ് എഴുതാൻ വേണ്ടി പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുക, എന്താണ് ആ ലാൻഡ് ബ്രീസ് എന്താണെന്ന് എഴുതുക, അതിനുശേഷം സീ ബ്രീസ് എഴുതിട്ട് സീ ബ്രീസിനെ കുറിച്ച് എഴുതുക, അല്ലെങ്കിൽ കടൽക്കാറ്റിനെ കുറിച്ച് എഴുതുക, കരക്കാറ്റിനെ കുറിച്ച് എഴുതുക. ഓക്കെ, അല്ലാണ്ട് വേറെ നിങ്ങളായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് വരെ കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വിൻഡുകളുടെ വിവിധ രൂപങ്ങൾ എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഓരോന്നും പഠിക്കണം, മുഴുവനായിട്ട് കണ്ടിന്യൂസ്ഡ് ആയിട്ടും പഠിക്കണം. ഇങ്ങനെ 2 എസ്സേ ക്വസ്റ്റ്യനാണ് നമുക്ക് പ്രധാനമായിട്ടും ജോഗ്രഫി എന്ന് ചോദിക്കുന്നത്. ഒന്ന് കണ്ടൻസേഷൻ്റെയും ക്ലൗഡിൻ്റെയും ഫോമുകൾ എന്താണെന്ന്, ഘനീകരണത്തിൻ്റെയും മേഘങ്ങളുടെയും വിവിധ രൂപങ്ങൾ എന്താണെന്ന് ചോദിക്കും. ദെൻ അതുപോലെ തന്നെ കാറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വിൻഡിൻ്റെ വിവിധ രൂപങ്ങൾ ഏതാണെന്ന് ചോദിക്കും. അതാണ് പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം നിങ്ങളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അതായത് ഒരു 3 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ഏറ്റവും ആദ്യമേ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഈ പറയുന്ന പ്രഷറിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ എന്ത് ചെയ്യുന്നു, പല പ്രഷർ സോണുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ ഉദാഹരണത്തിന് നിങ്ങൾ ഇക്വാറ്റർ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. അതായത് ഭൂമിയെ ഇങ്ങനെ തന്നിട്ട് അതിന് നമ്മൾ പല എന്ത് ചെയ്യുന്നു, ഈ ഫേസുകളായിട്ട് പല സ്ഥലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 0 ഡിഗ്രീനെ ഇക്വാറ്ററൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ ഹൈ പ്രഷർ എന്നും എന്തുകൊണ്ടാണ് ലോ പ്രഷർ ആവുന്നതെന്നും അതിനകത്ത് തന്നിട്ടുണ്ട്. വായിച്ചു നോക്കുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളോട് ഉറപ്പായിട്ടും ചോദിക്കുന്ന, ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ 2 എസ്സേ ക്വസ്റ്റ്യനുകൾ പോലെ തന്നെ ഉറപ്പായിട്ടും ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന എന്തിനെ കുറിച്ചുള്ളത്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ചുള്ള ഒരു ചോദ്യം. നിർബന്ധമായിട്ട് മക്കളെ പഠിച്ചിരിക്കണം. അതെന്തായാലും നിങ്ങളോട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറെ കുറിച്ച് പ്രധാനമായിട്ടും എന്താണ് ഇൻസുലേഷൻ, എന്താണ് കണ്ടക്ഷൻ, എന്താണ് കൺവെക്ഷൻ, എന്താണ് അഡ്വെക്ഷൻ, എന്താണ് റേഡിയേഷൻ, അല്ലെങ്കിൽ ഉദാഹരണം ചിലപ്പം എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, എന്താണ് ഈ പറയുന്ന പോലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഇതൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, എന്താ ഇൻസുലേഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. എന്താ ഇൻസുലേഷൻ, ആ ഇൻസുലേഷന് ശേഷം സോളാർ എനർജി റിഫ്ലക്റ്റ് ചെയ്യുന്ന 4 രീതികൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്തതെന്ന് ചിത്രമടക്കം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുക. അതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട 2ാമത്തെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ച സാധനമാണ്. അതായത് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് എളുപ്പത്തിനൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അതായത് വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, നമ്മൾ കണ്ടു വെതർ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് വളരെ കുറഞ്ഞ സമയത്ത് അനുഭവപ്പെടുന്ന ഈ കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് ടെൻഡൻസിനാണ് വെതർ എന്ന് പറയുന്നത്. ഈ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് തുടർച്ചയായിട്ട് പ്രധാനമായിട്ടും 35 മുതൽ 40 വർഷം വരെയൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന വെതറിനെയാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ചോദ്യം ചോദിക്കും. ഇതാണ് ജോഗ്രഫിയിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പം കുറച്ച് ഹിസ്റ്ററിയുടെ ചോദ്യങ്ങൾ പഠിച്ചു, കുറച്ച് ജോഗ്രഫിയുടെ ഇതൊക്കെ പഠിച്ചു. ഓക്കെ, ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്കുകളിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു 90%
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയുമ്പോൾ സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള രീതികൾ കൂടിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിലേതെങ്കിലും മനസ്സിലാകാത്തിരിക്കുകയാണെങ്കിൽ, അതായത് ഇന്ന ഭാഗം മനസ്സിലായില്ല അല്ലെങ്കിൽ ഇന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് രാത്രി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും പഠിച്ചു തന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് അറിയുമോ, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മാർക്കുകൾ എന്ത് ചെയ്ത് നേടി വിജയിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. താങ്ക് യു.